നിങ്ങളുടെ കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമാകുന്നുണ്ടോ? കുട്ടി നോൺ വെർബൽ ആണോ? നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? എക്വലേലിയ ഉണ്ടോ? എങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഹായ്, എൻ്റെ പേര് ഫർസാന ഷുവേബ്. വെൽക്കം ടു 5 പില്ലേഴ്സ് ഓട്ടിസം ആൻഡ് സ്പെഷ്യൽ നീഡ്സ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പാർട്ട് 3 പ്രീ റിക്വസ്റ്റിക് സ്കിൽ ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പാർട്ട് 1 and 2 ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. പ്രീ റിക്വസ്റ്റിക് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ ബുദ്ധിമുട്ടുകൾ, തനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും, സാധനങ്ങൾ എറിഞ്ഞുകൊണ്ടായിരിക്കും. ബിക്കോസ് നമ്മൾ വേറെ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ല, കുട്ടിക്ക് അറിയില്ല. അപ്പം നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വെർബൽ ആയിട്ടുള്ള കുട്ടികളിലും നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികളിലും എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ അറ്റ്ലീസ്റ്റ് നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എങ്കിലും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. അത് വെർബൽ ആയാലും നോൺ വെർബൽ ആയാലും. ചില കുട്ടികൾക്ക് നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടികളിൽ നമുക്ക് ഫർദർ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കുറേ കമ്മ്യൂണിക്കേഷൻസ്, പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഹോട്ടലിൽ പോയാൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, തൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ പറയണം, എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് പറയണം, വേദന ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കിച്ചണിൽ വരുമ്പോൾ എന്തൊക്കെ സാധനം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് പിടിച്ചിരുത്തി മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ കമ്മ്യൂണിക്കേഷന് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടികൾക്കും നമുക്ക് റിസെപ്റ്റീവ് ലാംഗ്വേജ്, എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് കുട്ടി റിസീവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ സംസാരിക്കുന്നത് റിസീവ് ചെയ്യുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടാണ്. അത് കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ചോദിച്ച ഒരു കാര്യം കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അത് വെർബലിലോ നോൺ വെർബലിലോ കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസെപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ് എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നീഡ് ബേസ്ഡ് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കുട്ടികളിൽ നമുക്ക് കുറേയും കൂടിയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞതുപോലെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടി കിച്ചണിലേക്ക് വന്നു, അമ്മ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി വരുമ്പോഴത്തേക്കും കുട്ടീനെ വിളിച്ചിട്ട് പറയണം, മമ്മ കട്ടിങ് വെജിറ്റബിൾ, മമ്മ കട്ടിങ് വെജിറ്റബിൾ. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ, പുറത്ത് പോകുമ്പം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുക. പിന്നെ എക്വലേലിയ ഉള്ള കുട്ടിയാണ്. എക്വലേലിയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതുപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് ചിലപ്പം അർത്ഥം മനസ്സിലാക്കി പറയില്ല. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം, കുട്ടി അതുപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്യും. വാട്ട് ഈസ് യുവർ നെയിം. ചിലപ്പം അവസാനത്തെ 2 വേർഡായിരിക്കും പറയുന്നത്. നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ യുവർ നെയിം അവസാനത്തെ 2 വേർഡായിരിക്കും പറയുന്നത്. അപ്പം അത് എക്വലേലിയ ഒരു ഗുഡ് സൈൻ ആണ്, ഒരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് ആണ്. എക്വലേലിയ ഉള്ള കുട്ടികളുള്ളതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി, കുട്ടി സംസാരിക്കാൻ തുടങ്ങി, കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അർത്ഥം മനസ്സിലാക്കിയായിരിക്കില്ല, ബട്ട് അതൊരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് ആണ്. ഈ അർത്ഥ ഇല്ലായ്മയിൽ നിന്നും നമുക്ക് അർത്ഥമുള്ള ഒരു കോൺവെർസേഷൻ കുട്ടിയെ ഒരു വേർഡ് മനസ്സിലാക്കി എടുപ്പിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. അതൊരു ബേസ് ലൈൻ ആക്കി എടുക്കാൻ നമുക്ക് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ കുട്ടീനെ ഒരു ഫോട്ടോ കാണിച്ചിട്ട്, ഒരു ഫ്ലാഷ് കാർഡ് കാണിച്ചിട്ട് ഇത് കാർ എന്ന് പറയുമ്പോൾ കുട്ടി അത് കാർ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാറിന്റെ കൂട്ടത്തിൽ വേറൊരു ഫ്ലാഷ് കാർഡും കൂടി വെച്ചിട്ട് ഗിവ് മീ കാർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കുട്ടി കാറിലേക്ക് പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി കാറിന്റെ പിക്ചർ എടുത്ത് തരിക. അപ്പോൾ അത് നമ്മൾ ഒരു മീനിങ് ഇല്ലാത്തതിൽ നിന്നും മീനിങ് ഉണ്ടാക്കി എടുത്തിട്ട് വരണം. പല പേരൻസിനും അവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പം ഞാനൊരു റെഡ് കളറിന്റെ കാർ കാണിച്ചിട്ട് റെഡ് കാർ അല്ലെങ്കിൽ റെഡ് കളർ എന്ന് പറയുമ്പോൾ കുട്ടി റിപ്പീറ്റ് ചെയ്യും, റെഡ്
റെഡ് എന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ പാരൻസ് വിചാരിക്കും എൻ്റെ കുട്ടി റെഡ് കളർ എന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് വെറും ഒരു റിപ്പറ്റീഷനാണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, കുട്ടി അത് ജനറലൈസ് ചെയ്തു, അത് കുട്ടി മനസ്സിലാക്കി എന്നുള്ളത് പിന്നെ നമ്മൾ വേറെ ഒരു കളറും കൂടി വെച്ചിട്ട് ഗിവ് മീ റെഡ് എന്ന് പറയുമ്പോൾ കുട്ടി റെഡ് കയ്യിലെടുത്ത് തരികയോ അല്ലെങ്കിൽ വേർ ഇസ് റെഡ് എന്ന് ചോദിക്കുമ്പോൾ പോയിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അത് നമ്മൾ അർത്ഥമില്ലായ്മയിൽ നിന്നും അർത്ഥമുള്ളതാക്കി മാറ്റുക. കുട്ടി തരുമ്പോൾ റെഡ് എന്ന് പറയണം. ഓക്കെ, സോ ഇതാണ് ഇത് എക്കൊലേലിയ ഒരു പോസിറ്റീവ് സൈൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എക്കൊലേലിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് കുട്ടി നമ്മൾ പറയുന്നത് അതുപോലെ അതുപോലെ റിപ്പീറ്റ് ചെയ്യുമെന്ന്. ഈ എക്കൊലേലിയ ഉള്ള കുട്ടികളിൽ നമുക്ക് സ്പീച്ച് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ 2 വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ മതി എക്കൊലേലിയ എന്നുള്ളത് 5 പില്ലേഴ്സ് എൻ്റെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതുകൂടാതെ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും സന്തോഷമാണ്. നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികൾ, അതായത് തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല, അങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അവരെ പെക്സ്, അതായത് പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയും. അതൊരു ലോ ടെക് ഡിവൈസ് ആണ്. പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതുകൂടാതെ ഹൈടെക് ഡിവൈസ് ആവാസ് എന്നൊരു ആപ്പ് ഉണ്ട്. അതുപോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഫോണിലൂടെയോ ടാബ്ലറ്റിലൂടെയോ കുട്ടി തൻ്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ആപ്പിൽ പല തരത്തിലുള്ള പിക്ചേഴ്സ് കാണും. അപ്പോൾ കുട്ടി ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുഡ്, വാട്ടർ, ഹാപ്പി, പാർക്ക് എന്നൊക്കെ കുട്ടിക്ക് വേണ്ടി പിക്ചർ സംസാരിക്കും. അപ്പോൾ ഈ ഒരു സ്കിൽ നമുക്ക് പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും ഹൈടെക് ഡിവൈസ് പോലുള്ള ആവാസ് ആപ്പുകളായാലും നമ്മൾക്ക് കുട്ടിയിൽ ഈ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസ് ലൈൻ ഉണ്ട്. ബേസ് ലൈൻ എന്ന് പറയുന്നത് കുട്ടിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റണം, കുട്ടിക്ക് പിക്ചർ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ 2 തരത്തിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിക്ചേഴ്സും കാണിക്കണം, നമ്മൾ വേർബലായിട്ടും പറയണം. അപ്പോൾ ഒന്നെങ്കിൽ കുട്ടിക്ക് വേർബലായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടിക്ക് മനസ്സിലാവും പിക്ചർ പോയിന്റ് ചെയ്യാം, പിക്ചർ എടുത്ത് കാണിക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ 2 പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവാസ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പെക്സ് എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള പെക്സ് ഞാൻ വാങ്ങിച്ചതുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരികയും അത് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെക്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ US നിന്നും വാങ്ങിയതാണ്. ആമസോൺ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നെനിക്കറിയില്ല. amazon.com US അവൈലബിൾ ആണ്. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങണം എന്നൊന്നും ഇല്ല. നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് സ്കൂളാണോ, വീട്ടിലുള്ള കാര്യങ്ങളാണോ, പുറത്ത് പോകുമ്പോഴോ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യങ്ങളാണോ, ഹോട്ടലിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളാണോ, ഇമോഷൻസ് ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പിക്ചറിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടി തൻ്റെ ആവശ്യപ്രകാരം ഇപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ അത് തുറന്ന് ഹോട്ടലിൽ പോവുക, ഫോർ എക്സാമ്പിൾ തനിക്ക് എന്ത് ഫുഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഐ വോണ്ട് പിസ്സ എന്നോ ഐ വോണ്ട് നൂഡിൽസ് എന്നോ എടുത്ത് വെച്ച് കാണിച്ചു തരും. അതുപോലെ ഐ വോണ്ട് വാട്ടർ എന്നെടുത്ത് കുട്ടിക്ക് എടുത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഐ ആം സാഡ് എന്നുള്ള പിക്ചർ, ഐ ആം ഹാപ്പി എന്നുള്ള പിക്ചേഴ്സ്, അങ്ങനെ എല്ലാ ഇമോഷൻസ് ഉണ്ട്. നോ എന്ന് പറയണമെങ്കിൽ ഡു യു വോണ്ട് ദിസ്, അപ്പോൾ കുട്ടിക്ക് നോ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നോ എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ്, അതായത് ഇങ്ങനെയുള്ള ടൂൾസ് കുട്ടിയെ സഹായിക്കും. ഇതൊരു ലോ ടെക് ഡിവൈസാണ്. അപ്പം ഇതിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് കുട്ടിക്ക് പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവണം, ഇത് എടുത്ത് വെക്കാൻ അറിഞ്ഞിരിക്കണം. ഐ വോണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പഠിപ്പിക്കാം, ഇല്ലെങ്കിൽ വെറും പിക്ചർ, ആദ്യമേ പിക്ചേഴ്സ് മാത്രം പഠിപ്പിച്ചാലും മതി. അപ്പം എല്ലാ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കുട്ടിയിൽ ആദ്യം ഒരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തത് ഐ വോണ്ട് ടു ഗോ ടു ബാത്റൂം, അല്ലെങ്കിൽ ഐ ആം ടയേർഡ്, അങ്ങനെ പല സിറ്റുവേഷണൽ ബേസ്ഡ് നമുക്ക് കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും.
വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഇതും ഒരു പെക് ആണ്, പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഇത് നമുക്ക് ഡെയിലി റൂട്ടീനായിട്ടും ഉപയോഗിക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഗോ ടു ബെഡ്, നൗ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഫാമിലി, അല്ലെങ്കിൽ ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഹാവ് എ ഡ്രിങ്ക്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ പെക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. US ബേസ്ഡ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള പേരൻസുകളിലും ടീച്ചേഴ്സിലും നിങ്ങളിത് എത്തിക്കുക. വളരെ നിങ്ങളിത് വീഡിയോ കണ്ടതിൽ ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.